ശ്രീ ടി സിദ്ദിഖ് നേരത്തെ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ ഒരു കശ്മീരി കച്ചവടക്കാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വൈകാരികമായി പറയുന്നത് ഒരുപാട് വർഷം എടുത്തിട്ടാണ് ഇത് ഇത്തരത്തിലൊക്കെ ഒന്ന് ശരിയായി വന്നത്. ഇനിയും 7-8 കൊല്ലം കഴിഞ്ഞാലേ ഇനി ഒരു നോർമൽസി ഉണ്ടാവുമെന്നൊക്കെ അദ്ദേഹം ഭയപ്പെട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബാലഗോപാലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കശ്മീരിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലടക്കം കുറവില്ല. ഈ ഒരു വലിയ ആക്രമണത്തെ ഇന്ത്യ അതിജീവിക്കുന്നതിന്റെ സൂചന അതിൽ കാണാമെന്ന് മാത്രമല്ല, കശ്മീരികൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ രംഗത്ത് വരികയും അവർ ബന്ദ് നടത്തുകയും പ്രകടനം നടത്തുകയും ഞങ്ങൾ മനുഷ്യത്വത്തിന്റെ പക്ഷത്താണെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭീകരാക്രമണം കൊണ്ട് ഈ ഭീകരവാദികൾക്ക് ഒരു വലിയ അസ്ഥിരതയിലേക്ക് തള്ളിവിടാൻ കഴിയില്ല കശ്മീരിനെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഞങ്ങൾ ഇന്നും പുറത്ത് ഒത്തിരി പേരോട് സംസാരിച്ചു. ഒരു കാര്യമുള്ളത്, ഒരുപക്ഷെ നേരത്തെ പ്രയർ ബുക്കിംഗ് എടുത്തതായ യാത്രക്കാർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെയുള്ളതായിരിക്കുന്ന പല യാത്രക്കാരും അവർ തിരിച്ചു പോകുന്നുണ്ട്. രണ്ടാമത്തത്, കാശ്മീരിലേക്കുള്ളതായിരിക്കുന്ന പുതിയ ബുക്കിംഗ് യാത്ര പ്ലാൻ ചെയ്യുന്നതിലും സമാനമായിട്ടുള്ള ഒരു കുറവുണ്ടാകും. കാശ്മീരികളായിട്ടുള്ളപ്പം ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ, ഞങ്ങളൊരു കടയിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് ആ കടയിൽ ഉള്ളതായിരിക്കുന്ന ആളുകൾ അവരൊക്കെ കാശ്മീരികളാണ്. അവരൊക്കെ ഇതിനെ വളരെ സ്ട്രോങ് ആയിട്ട് കണ്ടം ചെയ്യുകയാണ്, ഇതിനെ എതിർക്കുകയാണ്, ഇതിനെ നഖശികാന്തം എതിർക്കുക. അവർക്കൊക്കെ ആവശ്യം സമാധാനപരമായിട്ടുള്ള കാശ്മീരും ഇവിടുത്തെ സാമ്പത്തിക ഡെവലപ്മെന്റും അവർക്ക് കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങളും ഇത് മുഴുവൻ തകരും എന്നുള്ളതാണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് എന്നുള്ളത് തീർച്ചയായും അത് ടൂറിസമാണ്. ആ ടൂറിസം അവർ പറയുന്നു, നിങ്ങൾ ഓരോ ആളുകൾ വരുമ്പോൾ, ഓരോ വാഹനം വരുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഇവിടെ ചെലവഴിക്കുന്നതായിരിക്കുന്ന പണം, ആ പണമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം. ആ നോർമൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി, പുരോഗതി അത് തകർക്കുക, കാശ്മീർ ശാന്തമല്ല എന്ന് വരുത്തി തീർക്കാൻ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള ആക്രമണമാണിത്. പക്ഷേ നമ്മളൊരു കാര്യം ഇന്ന് ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പാകിസ്ഥാൻ ആഗ്രഹിച്ചതായിരിക്കുന്ന ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ കാശ്മീരിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ ശ്രമത്തിന്റെ ഒരു കാര്യം, ഇന്ന് പോലീസ് കൺട്രോൾ റൂമിലാണ് ഈ ഭൗതിക ശരീരം മുഴുവൻ ബോക്സുകളാക്കി വെച്ചത്. രാവിലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന KPA മജീദ് MLA, അഷുറൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ, ഈ മുകേഷ് MLA, ആൻസലൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഫാറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രി എത്തി. ഞങ്ങളുടെ വേദന മുഴുവൻ അദ്ദേഹവുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തു. എന്തേ സുരക്ഷിതത്വം പ്രദാനം ചെയ്യാൻ കഴിയാതിരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇവിടെ തിക് ഫോറസ്റ്റും അതുപോലെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളും വിശാലമായിട്ടുള്ള നദീതടങ്ങളും ഒക്കെ ഉള്ളതായിരിക്കുന്ന ഒരു സമൃദ്ധമായ പ്രദേശമാണ്. ഈ പ്രദേശത്ത് സ്റ്റേറ്റിന് ടോട്ടൽ സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്നതിനുള്ള പരിമിതിയുണ്ട്. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റും നല്ല കോർഡിനേഷനിൽ പോവുകയാണ്. പക്ഷേ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തെ നമുക്ക് കീഴ്പ്പെടാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ വേദനയിൽ ക്ഷമ ചോദിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. പിന്നെ ആഭ്യന്തരമന്ത്രി അവിടെ വന്നു, അമിത്ഷാ, അദ്ദേഹം ഹോമേജ് നടത്തി. അതിനുശേഷം അവിടെ ഒരു പന്തൽ ഒരുക്കിയിരുന്നു. ആ പന്തൽ ഹൃദയഭേദകമായിരുന്നു. ആ പന്തലിലായിരുന്നു കുടുംബങ്ങൾ മുഴുവൻ, ഈ മരിച്ചവരുടെ കൂടെ വന്ന യാത്രക്കാർ മുഴുവൻ ഉണ്ടായിരുന്നത് അവിടെയാണ്. അവിടെ കണ്ട വിലാപങ്ങൾ, അവിടെ കണ്ട തേങ്ങലുകൾ, അവർ സ്വയം ശരീരത്തിൽ മർദ്ദിക്കാൻ ശ്രമിക്കുന്നത്, അവിടുത്തെ കൂട്ടക്കരച്ചിൽ വല്ലാത്ത ഹൃദയഭേദകമായ രംഗമായിരുന്നു. ആർക്കും അവരോട് ഒരു അക്ഷരം മറുപടി പറയാൻ സാധിച്ചില്ല. അവിടെ ടൂറിസ്റ്റുകൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ സുരക്ഷിതത്വം പ്രദാനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ആ ചോദ്യം ഉയർത്തുക എന്നതാണ് തീവ്രവാദികളുടെ ലക്ഷ്യം. കാശ്മീർ എന്നുള്ള ഒരു സമാധാന മേഖലയല്ലാതെ നിലനിർത്തണം എന്നുള്ളതാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തമായ നിലപാടും സമീപനവുമാണ് രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടിയും കാശ്മീരിന്റെ പ്രൊട്ടക്ഷനും കാശ്മീരികളുടെ പ്രൊട്ടക്ഷനും. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഞാൻ പറയാം. നേരത്തെ കാശ്മീരിലെ ഒരു വിഭാഗം ജനതയിൽ നിന്ന് കേൾക്കാതിരുന്നതായ സംസാരം ഇന്ത്യക്ക് അനുകൂലമായി, രാജ്യത്തിന് അനുകൂലമായി, പാകിസ്ഥാന് എതിരായി അതിശക്തമായിട്ടുള്ള വികാരം ഒന്നിച്ച് ഒരേപോലെ എല്ലായിടത്തും തളം കെട്ടി നിൽക്കുക. ഇന്ത്യ എന്ന് പറയുന്ന വികാരം, കാശ്മീർ എന്ന് പറയുന്ന വികാരം,
പാകിസ്ഥാനെതിരായിട്ടുള്ള വികാരം. സമാധാനത്തെ തകർക്കുകയാണ് പാകിസ്ഥാൻ. ഇത് സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളി മുതൽ ഒരു ഹോട്ടലിൽ പണിയെടുക്കുന്ന ഒരാൾ മുതൽ തെരുവുകളിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ മുതൽ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ വരെയുള്ള ആളുകൾ ഇത് കൃത്യമായി സംസാരിക്കുന്നു. തീർച്ചയായും അവിടെ ഒരു ഇന്ത്യ അനുകൂല വികാരം വളരെ ശക്തമായി വരുന്നുണ്ട്.